കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ കുഴിച്ചിട്ട സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലും ഹേമചന്ദ്രന്റേത് കൊലപാതകമെന്നാണ് സ്ഥിരീകരിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, കൊലപാതകം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്നിപ്പോൾ കോഴിക്കോട്ടേക്ക് എത്തിച്ച് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഇനി DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടിയിരിക്കുന്നു. ഇത് ഹേമചന്ദ്രൻ്റെതാണ് എന്ന കാര്യത്തിൽ പോലീസിനോ മറ്റാളുകൾക്കോ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷം 2024 മാർച്ച് 23 ഹേമചന്ദ്രനെ കാണാതായത്. ഏപ്രിൽ 1 പരാതി നൽകുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ ചേരമ്പലത്തുള്ള വനമേഖലയിൽ കുഴിച്ചിട്ടെങ്കിലും ആ പ്രദേശത്തെ ഒരു കാലാവസ്ഥ മൂലവും വനമേഖലയിലുള്ള തണുപ്പൊക്കെ കാരണം മൃതദേഹം അഴുകിയിരുന്നില്ല. ഹേമചന്ദ്രനെ കണ്ടാൽ തിരിച്ചറിയുന്ന രൂപത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായി. കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥിരീകരണം പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ പോലീസിന് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പുരോഗമിക്കുക. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു സിനിമ തരത്തിലുള്ള കൊലപാതകമാണ് നടന്നത്. പിന്നീട് തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 1.5 വർഷത്തിനിടയിൽ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ഇതിന്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞൊരു മാസക്കാലമായിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള ശ്രമങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 3 പേരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരങ്ങൾ. ജ്യോതിഷ്, ജിജീഷ് എന്ന് പറയുന്ന 2 പേർ വയനാട് സ്വദേശികളാണ്. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ സ്വദേശികളാണ്. ഇവർ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രധാന പ്രതിക്ക് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അയാൾ വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ചെറിയ ചിട്ടി തട്ടിപ്പ്, റെന്റ് കാർ തുടങ്ങിയ പണികളുമായി നടക്കുന്ന ആളാണ്. ഹേമചന്ദ്രന്റെ നിരവധി ആളുകൾ പണം കൊടുക്കാനുണ്ട്. ഹേമചന്ദ്രനും ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട്. അങ്ങനെ ഹേമചന്ദ്രൻ പണം കൊടുക്കാനുള്ള ആളുകളാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2024 മാർച്ച് 23 ഹേമചന്ദ്രൻ പണം കൊടുക്കാനുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് വരുത്തുന്നത്. പിന്നീടാണ് ഹേമചന്ദ്രനെ കാണാനാവുന്നത്. ഹേമചന്ദ്രനെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോയ ഒരാളുടെ വീട്ടിൽ വെച്ച് നിരന്തരം മർദ്ദിച്ചു. ഈ മർദ്ദനത്തിനൊടുവിലാണ് ഹേമചന്ദ്രൻ മരിച്ചത് എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല മർദ്ദനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ദിവസം രാത്രി മർദ്ദിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഹേമചന്ദ്രനെ കാണുമ്പോൾ ആൾ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. പിന്നീടാണ് വയനാട് വനമേഖലയുടെ തമിഴ്നാടോട് ചേർന്ന സ്ഥലത്തുള്ള ചേരമ്പലം എന്ന് പറയുന്ന വനമേഖലയിൽ ഒരു 4 അടിയോളം താഴ്ചയിൽ ഇയാളെ കുഴിച്ചിടുന്നത്. പിന്നീട് ഈ കൊലപാതകങ്ങളുടെ ശ്രമം ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് ഒരു തവണ ഈ കൊലപാതകളായിട്ടുള്ള ആളുകൾ ഫോൺ എടുത്ത് ഹേമചന്ദ്രൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. പിന്നീട് വിളിച്ച സമയത്തൊക്കെ ഇവിടെ നിന്ന് പോയി എന്ന് പറയുന്നു. ഇങ്ങനെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ കുറ്റവാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് പോലീസിന് 1 മാസം മുമ്പ് ഒരു കളവ് കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ ഒരാളെ കസ്റ്റഡിയിലെടുത്ത സമയത്താണ് ഈ കൊലപാതകത്തിലേക്കുമുള്ള ഒരു ലിങ്ക് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. 1.5 മാസത്തിനു ശേഷമാണ് ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ തെളിവ് നശിപ്പിക്കാൻ ശ്രമത്തെ അല്ലെങ്കിൽ കൊലപാതകം മറച്ചുവെക്കാനുള്ള, ഒളിച്ചു വെക്കാനുള്ള ശ്രമത്തെ പോലീസ് കണ്ടെത്തുകയും അത് പുറം ലോകത്തെത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ചേരമ്പലം വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി DNA പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ബന്ധുക്കളുടെ പ്രതികരണമൊന്നും നിലവിൽ വന്നിട്ടില്ല. നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. മറ്റേതെങ്കിലും രീതിയിൽ ഈ കൊലപാതകങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ബന്ധപ്പെട്ടത്, എങ്ങനെയായിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബന്ധുക്കളെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെ ബന്ധുക്കളുടെ വിവരം തേടാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഔദ്യോഗികമായ ഒരു ബ്രീഫിംഗ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ, ഓക്കെ, ശരി.